നമ്മുടെ ഈ കോതാട് എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ എനർജി മാറ്റുറച്ച ഒരു എക്സ്ട്രീം ലെവൽ എന്ന് തന്നെ പറയാം തിരുനാൾ ദിനത്തിൽ ദേവാലയ മുറ്റത്ത് അരങ്ങേറിയത്. 5 ദിവസത്തെ ഉത്സവ ആഘോഷങ്ങളിലാണ് വാവയടക്കം സ്വരമോളുടെ ആദ്യത്തെ തിരുനാളാണ് ജൂൺ 25 തിരുഹൃദയ ദേവാലയത്തിൽ കൊടിയേറിയത്. പിന്നീടുള്ള ഉത്സവ രാവുകൾക്ക് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസ് ഒരുക്കിയ ഒരു അടിപൊളി ബൈബിൾ ഡ്രാമാസ്കോപ്പ് നാടകത്തോടെ തുടക്കം കുറിച്ചു. പിന്നെ ഇന്നാണ് ഊട്ടുനേർച്ച. ഉത്സവത്തോടനുബന്ധിച്ച് ദേവാലയ പാരിഷ് ഹാളിൽ ഒരുക്കിയ മനസ്സും വയറും നിറച്ച സ്നേഹ സൽക്കാരത്തിൻ്റെ കലാശക്കൊട്ടാണ്. കാലാവസ്ഥ ഒരല്പം പ്രതികൂലമായിരുന്നെങ്കിലും നമ്മൾ ഒരല്പം താമസിച്ചു പോയതൊഴിച്ചാൽ ബാക്കിയൊക്കെ സമ്പൂർണ്ണ വിജയം തന്നെയായിരുന്നു. പിന്നീടുള്ള സായാഹ്നം ധന്യമാക്കിക്കൊണ്ട് ജീസസ് കമ്പൈൻസ് ഒരുക്കിയ ഒരു മനോഹര ഗാനസന്ധ്യ. ഇന്ന് കുടുംബദിനമാണ്. ദേവാലയ ആചാര ചടങ്ങുകൾക്ക് പുറമെ വൈകുന്നേരം കുടുംബ യൂണിറ്റിലുള്ള കുടുംബാംഗങ്ങളുടെ മനോഹരമായ വിവിധ ഇനം കലാപരിപാടികൾ. പിന്നെ എല്ലാ ദിവസങ്ങളിലും ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ തീർക്കാറുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ നിന്നും ആസ്വദിക്കാവുന്നതുമാണ്. ഇന്ന് വിശ്വാസ പ്രഘോഷണ റാലി ദേവാലയത്തിൽ നിന്നും പുറപ്പെടുന്നതിൻ്റെ തൊട്ടു മുൻപ് പ്രസിദ്ധേന്തിമാരുടെ കാഴ്ച സമർപ്പണ സമയത്ത് സ്വരമോളും ദേവാലയത്തിലെത്തിയിരുന്നു. സ്വരമോളുടെ ആദ്യത്തെ തിരുനാളല്ലേ, കാലാവസ്ഥയും നമുക്ക് അനുകൂലമായിരുന്നതിനാൽ അവിടെയൊക്കെ ചുറ്റി നടന്ന് ഉത്സവം ആസ്വദിച്ചു. പിന്നെ പള്ളിക്കടവിലെ പെരിയാറിൻ്റെ തീരത്തെ കൊടിമരവും കുറച്ച് സമയം പുഴയിലെ ഭംഗിയും ആസ്വദിച്ച് മടങ്ങി വരുന്ന വഴി വാവയെ എന്തെങ്കിലും ആകർഷിക്കുമോ എന്ന് നോക്കാം എന്ന് കരുതി. പക്ഷേ ആൾക്ക് ഒന്നിനോടും ഒരു താല്പര്യം കാണിച്ചില്ല. അപ്പോഴാണ് കുഞ്ഞിൻ്റെ ഷില്ലി അങ്കി പ്രത്യക്ഷപ്പെട്ടത്. ആദ്യം ചെറിയൊരു താല്പര്യമില്ലായ്മ സ്റ്റാർട്ടിംഗ് ട്രബിൾ പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് ആള് ഹാപ്പിയായി. പിന്നീട് വാവയ്ക്ക് എന്തെങ്കിലും താല്പര്യമുള്ളോ എന്ന് തപ്പി അവിടെയൊക്കെ മിക്ക കടകളിലും കയറി ഇറങ്ങി നടന്നു. ഇത് പിന്നെ പണ്ടേയുള്ള ഒരു ശീലമാണ്. പക്ഷെ ആൾക്ക് ഒന്നിനോടും ഒരു താല്പര്യവും കാണിച്ചില്ല. പിന്നെ ഒരു സെറ്റ് കരിവിളയും വാങ്ങിയിട്ട് തിരികെ പോന്നു. ഡയബറ്റിക് ഉണ്ടെങ്കിലും ഹൽവ എന്ന് പറയുന്നത് കണ്ടാലേ എൻ്റെ കിളി പോകും. ഫേവറേറ്റ് ആണ്. ഒപ്പം കുഞ്ഞിൻ്റെ അപ്പുചേച്ചിയും ആയിട്ട് ഒരു ചായ കുടിക്കുക. കുഞ്ഞുവാവയ്ക്കും ചെറിയ വിശപ്പുണ്ടാകും. പഴംപൊരിയിൽ നിന്നും അല്പം പഴം വാവയും കഴിച്ചു. ഇനി ആള് അമ്മയുടെ അടുത്തെത്തി വിശേഷങ്ങൾ പറയട്ടെ. ദേവാലയത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് പുറപ്പെട്ട റാലി തിരികെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. വീഡിയോ കവർ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെയും ഉൾപ്പെടുത്തില്ലേ എന്ന് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാളെ പോലും മിസ് ചെയ്യാതെ പകർത്തിയിട്ടുണ്ട്. പക്ഷേ ലൈറ്റിൻ്റെ ബുദ്ധിമുട്ടും വീഡിയോയുടെ സമയദൈർഘ്യവും കാരണം ഒരു ഒഴുക്ക് പോലെ എല്ലാവരും പോയേ പറ്റൂ. എൻ്റെ തിരുനാൾ അനുഭവത്തിൽ നിന്നും ആദ്യമായിട്ടാണ് കാലാവസ്ഥ ഈ ഒരു രീതിയിൽ കാണപ്പെടുന്നത്. കഴിഞ്ഞ തവണകളിലൊക്കെയും രൂപം മഴയിൽ കുളിച്ചാണ് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാറുള്ളത്. ഈ സമയത്താണ് ആകാശവർണ്ണ വിസ്ഫോടനങ്ങൾ തീർക്കുന്നത്. 25 വർഷത്തെ സനാമിയുടെ വെടിക്കെട്ട് അടുത്തു നിന്ന് കാണണം എന്നുള്ള ആഗ്രഹം സബലീകരിച്ചത് കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ തിരുനാളിലാണ്. എന്നാൽ ഇത്തവണ നമ്മുടെ തറവാട്ടിൽ നിന്നും മാറിയത് കൊണ്ട് അവിടെ നിന്നുള്ള വ്യൂ ആസ്വദിക്കാൻ പറ്റാതെ പോയി. പാവം, വെടിക്കെട്ടൊക്കെ നല്ല ഇഷ്ടമാണ് ആൾക്ക്. ഓരോ തവണയും വ്യത്യസ്തമായ വർണ്ണങ്ങൾ പരീക്ഷിക്കാറുണ്ട്. പിന്നെ കുറേയൊക്കെ കഴിയുമ്പോൾ ചെറിയൊരു മടുപ്പും തോന്നും. പിന്നെ നമ്മുടെ ശിങ്കാരിമേളം ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ. മേളം ആസ്വദിച്ച് കലാകാരന്മാർക്കൊപ്പം ചുവട് വെക്കുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലും അതിനും മോശമൊന്നും പറയാൻ പറ്റില്ല. ഇനി കാണാൻ പോകുന്ന കാഴ്ചകളിൽ നിന്നും അത് വ്യക്തമാകും. ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ കോതാടിൻ്റെ എനർജി കാണാൻ പോകുന്നത്. കേൾവി മാത്രമുണ്ടായിരുന്ന ഒരു കലാരൂപം ഇപ്പോഴിതാ ഉത്സവ പറമ്പുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ മ്യൂസിക് എന്ന പേരിലെ DJ മ്യൂസിക്. കോതാടിൻ്റെ നമ്മുടെ പള്ളിയുടെ സ്വന്തം കലാകാരൻ ബാസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ദേവാലയ അങ്കണത്തിലേക്ക് എത്തിച്ചത്. പിന്നീട് നടന്നത് ഒരു ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. പൂരപ്പറമ്പ്, പള്ളിപ്പറമ്പ് എന്നൊക്കെ പറയുന്നതിൽ ഒരു എക്സ്ട്രീം വേർഷൻ. ഇതിനിടയിൽ ഈ ഒരു പാട്ടൊക്കെ സൃഷ്ടിച്ച ഒരു ഓളം ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല. ഇതിനൊക്കെ മറ്റൊരു കാരണം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ദേവാലയത്തിന് ലഭിച്ച അങ്ങേയറ്റം ഡെഡിക്കേറ്റഡും കലാകാരന്മാരുമായ ഈ 2 അച്ഛന്മാരുടെ പ്രസൻസ് ഒന്നുകൊണ്ട് മാത്രമാണ്. കലാശക്കൊട്ടാണ്. ഞങ്ങളുടെ എനർജി തീർന്നിട്ടില്ല എന്ന് ഉറക്കെ പറയുന്നുമുണ്ട്. നാളെയാണ് തിരുനാൾ ദിനം. പകൽ നഗരി കാണൽ പ്രദക്ഷിണവും തുടർന്ന് റവറൻഡ് ഫാദർ ജോണി ജോസഫ് മനക്കലിൻ്റെ കാർമ്മികത്തിലുള്ള ദേവാലയ ആരാധന ചടങ്ങുകളും, വൈകുന്നേരം
കൊടിയിറക്കലും കൂടാതെ മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസ് ഒരുക്കുന്ന ഗാനമേളയും ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട എനർജി ഇന്ന് പുറത്തെടുക്കാനായി സാധിച്ചില്ല. കാരണം ഇന്നേ ദിവസം ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും നിയമപാലകരുടെയും വാളണ്ടിയേഴ്സ്മാരുടെയും പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. എന്നാലും ആവേശമൊന്നും ജ്വലിപ്പിക്കാനുള്ള അവസരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉത്സവ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ മനോഹരമായ ഈ ഗാനവിരുന്ന് കൂടി ഉൾപ്പെടുത്താൻ സാധിച്ചത്. അങ്ങനെ 2025 കോതാട് തിരുഹൃദയ ദേവാലയത്തിൽ തിരുനാൾ ദിനത്തിന് സമാപനം കുറിക്കുകയാണ്. സ്നേഹവും സന്തോഷവും സമാധാനവും ഒത്തൊരുമയും കൂടി ചേർന്നപ്പോൾ ഈ 50 പ്രസിദ്ധേന്തിമാരുടെ വിജയം കൂടിയായി മാറിയ സന്തോഷത്തിൽ തന്നെ ഹാപ്പിയായിട്ട് എല്ലാവർക്കും തിരുഹൃദയ തിരുനാൾ ആശംസകൾ.